നമസ്കാരം. എങ്ങനെയും UDFിൻ്റെ കൂടെ മുട്ടി നിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ജോസ് കെ മാണിയും കൂട്ടാളികളും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണം, അതിനൊരു ശ്രമം എന്ന രീതിയിൽ ജോസ് കെ മാണി തൻ്റെ മകളുടെ വിവാഹത്തിന് UDF നേതാക്കളിൽ പലരെയും വലിയ തോതിൽ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്നിരുന്നു. ഒരുപക്ഷെ അവരുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റിക്കളയാമെന്നുള്ള ഒരു ധാരണയായിരുന്നു ഇതെന്ന് തോന്നിപ്പോകും. പക്ഷേ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത UDF നേതാക്കൾ ആ ചടങ്ങിൽ ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ മാത്രം പങ്കെടുത്തു എന്നത് മാത്രമാണ് സത്യം. കാരണം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളല്ല ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കെ സുധാകരനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡുമാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തീരുമാനിക്കുന്നത്. ചെന്നിത്തലയുടെയൊക്കെ തന്നെ കാലം എപ്പോഴേ പോയി കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൽ ഒരു ചെറിയ ഇല അനങ്ങണമെങ്കിൽ പോലും കെ സുധാകരൻ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഒരിക്കലും ജോസ് കെ മാണിയെയും സംഘത്തെയും UDFുമായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് ജോസ് കെ മാണിക്കും അറിയാം. പിണറായി വിജയനുമായിട്ട് ചേർന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോയാൽ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഒരു കാരണവശാലും പാലായിലേക്ക് ഒരു റീഎൻട്രി അവിടുത്തെ ജനങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്രയേറെ ജനങ്ങളുമായിട്ട് ജോസ് കെ മാണി അകന്നു കഴിഞ്ഞിരിക്കുകയാണ്. പാലായിൽ മാണി സി കാപ്പൻ മത്സരിച്ചാൽ ഇനി കുറഞ്ഞത് 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും ജയിക്കുമെന്ന് ജോസ് കെ മാണിക്ക് നന്നായിട്ടറിയാം. ഇനി താനാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കാപ്പൻ്റെ ഭൂരിപക്ഷം 50,000 കടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പാലാ പൊളിറ്റിക്സ് ഇനി ജോസ് കെ മാണിയെ സംബന്ധിച്ച് വശമില്ലാത്ത ഒരു പൊളിറ്റിക്സായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് KM മാണിക്കുണ്ടായിരുന്ന ഹൈപ്പ്, ആ ഹൈപ്പൊന്നും പാലായിൽ ജോസ് കെ മാണിക്കില്ല. ഒരു കേരള കോൺഗ്രസ് എം പ്രവർത്തകനും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ട് കോട്ടയം ഡിവിഷനിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം കേരള കോൺഗ്രസ് എമ്മിന് നടത്താൻ കഴിയില്ല എന്ന് LDFനും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റുകൾ അധികം നൽകേണ്ട എന്നാണ് LDFിൽ പോലും ഇപ്പോൾ തീരുമാനങ്ങളായി കഴിഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ആനുപാതികമായിട്ട് സീറ്റുകൾ ക്രമേണ വെട്ടിക്കുറച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ അപ്രസക്തമാക്കാൻ തന്നെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ അങ്ങുമില്ല ഇങ്ങുമില്ല എന്ന രീതിയിൽ ഏറിൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ജോസ് കെ മാണിക്കും കൂട്ടർക്കും. അതുകൊണ്ട് തന്നെയാണ് റോഷി അഗസ്റ്റിൻ എങ്ങനെയും കോൺഗ്രസുമായിട്ട് സഹകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജോസ് കെ മാണിയുടെ പാർട്ടിയെ പിളർത്തി രണ്ടാക്കാനുള്ള ശ്രമം നേരത്തെ മുതൽ തന്നെ റോഷി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അണിയറയിൽ റോഷിയുടെ നീക്കത്തെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ മോൻസ് ജോസഫ് അടങ്ങുന്ന ടീം സദാസമയം ജാഗരൂകരായി നിൽക്കുകയാണ്. റോഷിക്ക് പിന്തുണയുമായിട്ട് ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പല നേതാക്കളും എത്തിയിരുന്നു. റോഷി അങ്ങനെ ചെയ്താൽ ഏറ്റവും വലിയ കാര്യം മലയോര കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനി റോഷിക്ക് കഴിയുകയുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഒരു ലേബലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ജോസഫ് വിഭാഗത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു ശ്രമവും. അതൊരു പക്ഷേ അദ്ദേഹത്തിനെ UDFിലേക്ക് അടുപ്പിക്കുന്ന ഒരു പാലമായി തന്നെ മാറാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.